അങ്ങനെ നമ്മുടെ രേണു ചേച്ചിയുടെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പല ആൾക്കാർക്കും ഒരു പക്ഷേ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യുന്നത് കാരണം ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. ഓഫ് കോഴ്സ് അത് നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ അല്ലേ. പിന്നെ കാര്യം എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രേണു 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് ഉണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതിനെ കാട്ടിയും വ്യൂവർഷിപ്പ് ഉണ്ട് രേണുവിനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പബ്ലിക്കിൽ വന്ന് കിടന്ന് കാട്ടിക്കൂട്ടുന്ന കുറച്ച് കോമാളിത്തരങ്ങൾ, ഇതുകൊണ്ട് മാത്രമാണ് രേണുവിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. പുള്ളിക്കാരിക്ക് വേണ്ടത് ഇത് തന്നെയാണ്. പുള്ളിക്കാരി അതിനുവേണ്ടി ഓരോന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് പുള്ളിക്കാരിക്ക് ഒരു മോശമാണ്. അതാണ് ഈ വിഷയം കാണാൻ ഒത്തിരി പേർക്ക് താല്പര്യമുണ്ട്. ഇത് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് അടിച്ചിട്ട് പോകാം, വേറെ പല വിഷയങ്ങളും പോയി കാണാം. എനിക്കതിനകത്ത് ഒരു പ്രശ്നമില്ല. എന്തായാലും രേണുവിൻ്റെ ഒരു വീഡിയോ, ആ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടു നോക്ക്. എങ്ങനെയുണ്ട്? വേണം ഒന്നും കൂടി കാണിക്കാം. ആദ്യം തൊട്ട് കണ്ടു നോക്ക്, അപ്പം നമുക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. കണ്ടിട്ട് എന്ത് തോന്നി? ഇതിനകത്ത് കാണിക്കാൻ വേണ്ടി ആള് മാറ്റി, അതായത് പാവപ്പെട്ട ജനങ്ങളെ, സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരിക്കലും വന്ന് ഈ എന്തോ പറയണ്ട സ്ത്രീത്വത്തെ അപമാനിക്കുകയോ അല്ലെങ്കിൽ ഈ മറ്റേ രേണുവിൻ്റെ വസ്ത്രത്തെ കുറ്റം പറയുകയോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ നമ്മൾ മനഃപൂർവ്വം ആൾക്കാരിത് കാണണമെന്നും പറഞ്ഞ് വിളിച്ച് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ശരിയുള്ള ഒരു ഏർപ്പാടൊന്നും. ഇതിപ്പോ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ബെൽറ്റ് കേട്ടുന്നത് അവര് കണ്ടു, കണ്ടിട്ട് അവര് മാറ്റുകയാണ്. ഇനിയിപ്പോൾ കുറേ പേര് പറയും ബെൽറ്റ് ചിലപ്പം തിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ടായിരിക്കും. എങ്ങനെ ആയിക്കോട്ടെ, അത് അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്നും ആ സീറ്റ് ബെൽറ്റ് ഉണ്ടാക്കത്തൊന്നുമില്ല. തിരിഞ്ഞു കിടക്കുകയാണെങ്കിലും ഈ വീഡിയോ പാട്ട് കയറ്റി ഇടുമ്പോൾ അവര് കണ്ടിട്ടല്ലേ ഇടുന്നത്. അവർക്കത് ശ്രദ്ധിച്ചുകൂടെ? അവർക്കത് എഡിറ്റ് ചെയ്യുമ്പോൾ ചിന്തിച്ചുകൂടെ ഇങ്ങനെ അയ്യോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്? ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമൻസ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ചേച്ചി എന്താ ശരിക്കും കാണിക്കാൻ ഉദ്ദേശിച്ചത്? നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മാത്രമാണ് വേറെ ചിന്താഗതി എന്ന് നിങ്ങൾ ആരും പറയരുത്. രേണു ഡ്രസ്സിൻ്റെ നെക്ക് ഇറങ്ങിപ്പോയി, ഇത്രയും വേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴെ രേണു ഓക്കെ ശ്രദ്ധിക്കാം. അതായത് രേണു അറിഞ്ഞിട്ടില്ല ഇത്രയും സംഭവം നടന്നിട്ടും ഡ്രസ്സ് അല്പം താന്നു പോയെന്ന് രേണുവിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൂടെ ഇതൊക്കെ പറയേണ്ടത്? ഈ കമന്റ് പറഞ്ഞപ്പോഴാണ് രേണു ഇത് ശ്രദ്ധിച്ചതും, അത് കഴിഞ്ഞപ്പോൾ രേണു ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞതും, അത് കഴിഞ്ഞപ്പോൾ രേണു മറ്റൊരു വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുകയും. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ എന്തു ശരിക്കും പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇവർ ഭയങ്കര രീതിയിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ വീട്ടുകാർ, എൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോടെങ്കിലും ഒരു ശകലം റെസ്പെക്റ്റ് കാണിക്കുക. എനിക്കെത്ര ഞാൻ ഇന്നേ വരെ രേണുവിനെ വസ്ത്രത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ രേണുവിൻ്റെ എന്ത് പറയണ്ടേ ഈ ദാസേട്ടനുമായിട്ടൊക്കെ ഒരു റീലുണ്ടല്ലോ, ആദ്യത്തെ ഒരു ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടൊക്കെ ഒരു സീനൊക്കെ അഭിനയിച്ചത് ഞാൻ സപ്പോർട്ടാണ് ചെയ്തത്. അതെന്താ അവർക്ക് അങ്ങനെ അഭിനയിച്ചുകൂടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വന്ന് ചോദിച്ചത്. പക്ഷെ പിന്നെ പതുക്കെ ഇവർ കംപ്ലീറ്റ്ലി എന്തോ പറയണ്ടേ ഇവരെ അതൊക്കെ വെച്ച് മുതലെടുക്കുന്ന ഒരു രീതിയിലോട്ട് പോയപ്പോഴാണ് നമ്മളെല്ലാം റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. ഇതിനകത്തില്ല മറ്റേ അൽഗോരിതം, സ്ത്രീകളുടെ ശരീരഭാഗം കാണിച്ചു കഴിഞ്ഞാൽ വ്യൂസ് പോകുന്ന അൽഗോരിതം യൂസ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ആ ഒരു നിലയിലേക്ക് തന്നെ രേണു അതപ്പതിച്ചതിനകത്ത് അതിയായ വിഷമമുണ്ട്. വേറൊരു കാര്യം കൂടെ, രേണുവിൻ്റെ കൂട്ടുകാരും എന്ന് പറയുന്നതായിട്ട് ഈ വേറെ കുറച്ച് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, പറയുന്ന പേര് ഞാൻ പറയുന്നില്ല, ഭയങ്കര മോശമായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ കുറ്റം പറയാനായിട്ട് പറ്റാത്തത്? രേണുവിനെ മാത്രം എന്തിനാണ്? അവർ പബ്ലിക്കിന് മുന്നിൽ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ ഒക്കെ പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വന്ന് കൺഫസ് ചെയ്യുന്നുണ്ട്. പക്ഷേ രേണു അങ്ങനെയല്ല. ഞാൻ കക്കുന്നില്ല ആ പരിപാടി രേണു കാണിക്കുന്നത്, അതിനെയാണ് നമ്മളൊന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇനി രേണുവിൻ്റെ വേറൊരു വീഡിയോ ഇവിടെ കാണിക്കാം. പ്രതീക്ഷൊന്നും പറയത്തൊന്നുമില്ല. അല്ല പ്രതീക്ഷ എന്ത് പറയാനാ വിഷമിക്കാൻ? പിന്നെ പ്രതീക്ഷ പറഞ്ഞ ഒന്നേ പറയത്തുള്ളൂ നീ, പിന്നെ നീ പറയാൻ എന്തുകൂടെ ഉദ്ദേശിക്കുന്നത്? അവര് ആ വീഡിയോയിലും അങ്ങനെ തന്നെ അതേപോലെ തന്നെ ഈ ക്യാമറ എടുക്കുന്നവന്മാര് മറ്റേ കുയില് പറയുന്ന പോലെ മേളിൽ നിന്ന് എടുക്കുന്നു, പുള്ളിക്കാരി അതിനെ അംഗീകരിച്ചു പോകുന്നു. ഇതിപ്പോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷ പല വീഡിയോസിലായിട്ട് എന്റെ രണ്ടാം കല്യാണമാണ്, ഞാൻ രേണുവിനെ കെട്ടാൻ പോകുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. ആ സാധനമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായി വരുന്ന പുള്ളിക്കാരി ഒരു കമന്റ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചത്,
ഇവര് കുറെ മീഡിയക്കാർ ഇവരെ എവിടെ പോയി കഴിഞ്ഞാലും കുറെ മീഡിയക്കാരെ വിളിച്ച് എങ്ങനെ ഇവര് വരുന്നു എന്നുള്ളതാ. അത് ഇവർ വിളിച്ച് വരുത്തിയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ പെയ്ഡ് ആയിരിക്കും, പൈസ കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ വന്ന് എന്തിനാ ഈ പ്രഹസനം കാണിക്കുന്നത്? ആരെ കാണിക്കാനാണ് ഇത്? നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം നിങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരമാണ്, കോമാളിത്തരമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഒരു പരിധി എത്തുമ്പോൾ ജനങ്ങളൊക്കെ ഇത് വെറുത്തു തുടങ്ങും. നിങ്ങളൊരു പൊതു ശല്യമായി മാറി എന്നുള്ള രീതിയിലാണ് പല കമന്റ് ബോക്സും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത്. എന്തൊക്കെ ഈ വന്നിരുന്ന് കാണിക്കുന്നത്? ഇനി രേണു ചിന്തിക്കേണ്ട ഒരു കാര്യം, രേണുവിനെ കുറ്റം പറയുന്ന ചാനലുകൾക്ക് റീച്ച് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രേണുവിനെ കുറ്റം പറയുന്ന അത്രയധികം ആളുകൾ ഇഷ്ടപ്പെടുന്നു, അത്രയധികം ആളുകൾ രേണുവിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. അതാണ് എതിർക്കുന്നത്. രേണു കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ വെച്ചിട്ടാണ് ആൾക്കാർ എതിർക്കുന്നത്. തീർച്ചയായിട്ടും. രേണുവിന് വീട്ടിലൊരു AC ഒക്കെ വാങ്ങിച്ചോ? ഞാൻ AC വാങ്ങിച്ചു വെക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ ദിവസം റെഡി ക്യാഷിന് AC വാങ്ങിച്ചു വെക്കാൻ പോയതാ. പക്ഷെ പപ്പ വാങ്ങിപ്പിച്ചത് ഓടിച്ചു. ഇപ്പൊ മേടിക്കാൻ വെക്കുന്ന റെഡി ക്യാഷിനല്ല, ഈ ചാട എടുത്ത EMI. എന്താ മനസ്സിലായി? രേണു പറഞ്ഞു വന്നിട്ടാ മനസ്സിലായി. സംഭവം റെഡി ക്യാഷുമായിട്ട് മേടിക്കാൻ പോയതാ. പപ്പ ഇതണക്ക് വഴക്ക് പറഞ്ഞു ഓടിച്ചു വന്ന്. പിന്നെ ഒറ്റയടിക്ക് അത് പബ്ലിക്കിന്റെ മുന്നിൽ റെഡി ക്യാഷ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതി വർക്കൗട്ട് ആക്കാൻ പറ്റത്തില്ല. ഉടനെ അങ്ങ് തിരിച്ച് റെഡി ക്യാഷ് അല്ല EMI ആണ് കേട്ടോ. മറ്റേ തള്ളി തന്നു. ഇപ്പോഴും ഇതും വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ കണ്ട ഏറ്റവും വലിയ മണ്ടന്മാരാന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങളെയാണ് രേണു പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ വിശ്വസിച്ചുകൊണ്ട് ഈ സ്ത്രീയുടെ കയ്യിൽ ഒരു AC മേടിക്കാൻ കാശില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇനാഗുറേഷൻ 1 ലക്ഷം രൂപയാണ് ഒരു ഇനാഗുറേഷന്. പോരാത്തതിന് ഗൾഫിലും അവിടത്തേക്ക് പരിപാടിക്കൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പൈസയും കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഒരു AC മേടിക്കാനായിട്ട് അവർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവര് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ശ്രുതി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊണ്ട് എത്രത്തോളം അവരുടെ ലൈഫിൽ മുതലെടുക്കാൻ പറ്റുന്നു അതിന്റെ എക്സ്ട്രീം അവർ മുതലെടുത്തിരിക്കും. അതിനുശേഷമേ ഇവർ പുതിയ കല്യാണം കഴിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ ലൈഫ് ഇൻഷുറൻസും കിട്ടിയതിന് ശേഷം ഇല്ലേ, ഇൻഷുറൻസ് കിട്ടി അതിനകത്ത് മാക്സിമം തുകകളും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരത്തിയുടെ ലൈഫായിട്ട് പോകാമല്ലോ. അതുവരെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോ ചില ആൾക്കാർ പറയും അവര് പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ടായി കഷ്ടപ്പെടുന്ന. ഒരു കാർ എടുക്കാൻ പറ്റിയാക്ക് AC എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. സ്വിഫ്റ്റ് കാർ എടുത്തു, എന്തായാലും AC എടുക്കാം. അതിന്റെ പകുതിയുടെ പകുതി വില കാണത്തില്ല ഒരു ACക്ക്. പിന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ പറയാം അവരുടെ വീടനുസരിച്ച് 1 ടൺ AC, 1 ടൺ ACക്ക് എന്തോ ഒരു മാക്സിമം 30,000 രൂപ അല്ലെങ്കിൽ 25,000, അല്ലെ അത്രയും വരത്തില്ല. ഒരു 25,000 അവർക്കൊരു 25,000 രൂപ അവരെ സംബന്ധിച്ച് മുടക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മറ്റേ ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ മതിയല്ലേ? അതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പറഞ്ഞ തന്നെ രേണുവിന് പേയ്മെന്റ് കുറവായിരുന്നു, അത് സത്യമാണ്. അതില്ലെന്നൊന്നും ഞാൻ പറയുന്നുണ്ട്. എന്റെ പൈസ ഉണ്ട്, എന്റെ ബാങ്ക് ബാലൻസ് ഉണ്ട്, കോടികളില്ലെങ്കിലും ലക്ഷങ്ങളുണ്ട്, ഇതൊക്കെ രേണു തന്നെ പുള്ളിക്കാരത്തി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒന്നും പറയാനില്ല രേണു. ഇനിയെങ്കിലും എന്തോ പറയണ്ട, നാട്ടുകാരെ അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. രേണു ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് വീടിന്റെ കോൺട്രവേഴ്സി, മറ്റേ കോൺട്രവേഴ്സി, മറിച്ച കോൺട്രവേഴ്സി, ഇതെല്ലാം സജീന കയറി പറഞ്ഞിട്ട് ഇമാതിരി കോൺട്രവേഴ്സികളൊന്നും ഇപ്പൊ ഉണ്ടാക്കുന്നില്ല. അപ്പൊ പുതിയ എന്തെങ്കിലും കണ്ടന്റ് വേണം ലൈം ലൈറ്റ് നിൽക്കാൻ. നോക്കിയപ്പോ ഏറ്റവും നല്ല കണ്ടന്റ് എന്തുവാ? ഇമാതിരി കണ്ടന്റ് വന്നിരുന്ന് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അതാ സീറ്റ് ബെൽറ്റ് ഒക്കെ കാണിച്ച് മാറ്റിയിട്ട് നിങ്ങളിങ്ങനെ എക്സ്പോസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാം. നിങ്ങളുടെ കൂട്ടുകാരികൾ ഉണ്ടല്ലോ, അവരൊന്നും സത്യം പറയാമല്ലോ, അവരൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് അവരൊക്കെ ചെയ്തേക്കുന്ന ലൈഫിലെ ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ അവരൊന്നും ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കോപ്രായങ്ങളോ അവർ കാണിക്കുന്നില്ല. അത് അവരുടെ ഒരു മാന്യതയായിട്ടാണ് എനിക്കിപ്പം തോന്നുന്നത്, അല്ലേ? പിന്നെ ഇവർക്ക് സോഷ്യൽ മീഡിയയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ആ ടേസ്റ്റ് കിട്ടിയടാ. ബിഗ് ബോസിൽ പോയപ്പോഴും അവർക്ക് പറ്റിയത് അതാ. അവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആളില്ല, ഇറങ്ങി വന്ന് ആ ഒരു ടേസ്റ്റ് പിടിച്ചു. ഇനി അവരതിന് പോകത്തില്ല. ഇനി നിങ്ങൾ നോക്കിക്കോണം, ഈ കോൺട്രവേഴ്സികളെല്ലാം പോയി ആള് റീച്ച് പോകുമ്പോഴത്തേനും അടുത്ത സാധനം പുള്ളി തിരക്കി പോയി പിടിച്ചോളും. ഇപ്പൊ കുറെ പേര് ഇറങ്ങും, അവർ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവരല്ലേ എങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയോ ഡ്രസ്സ് ധരിക്കും. ഇവിടെ എന്തോ പറയണ്ട, ഈ ഭയങ്കര രീതിയിൽ നിങ്ങളെ അങ്ങ് വളരെ മോശ സ്ത്രീ എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുമല്ല. പക്ഷേ എന്ത് പറയണ്ട, കുടുംബമായിട്ടൊക്കെ ഇരുന്ന് പല ആൾക്കാർ ഓരോന്നൊക്കെ ഇരുന്ന് കാണുന്നതല്ലേ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരില്ലേ? കറക്റ്റ് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ രേഖ രതീഷിന്റെ മോനാണ് ഇവരെ മോശമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഈ നിങ്ങളുടെ പിള്ളേർ കൊച്ചു വളർന്നു വരുമ്പോഴത്തേനും ആ കൊച്ചു ഫേസ് ചെയ്യാൻ പോകുന്ന ഇതേ സാധനങ്ങളായിരിക്കും. അതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. നിങ്ങളുടെ ആ കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ എന്തോ പറയും. പോട്ട് ആ വല്ല ചെറുക്കൻ്റെ കാര്യം തന്നെ എടുക്കാം. ആ കിച്ചുവിൻ്റെ കൂട്ടുകാരെ വായി നോക്കിയാളാ കൂട്ടുള്ള കൂട്ടുകാരെ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും അവന്മാരൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് എന്തോ വിചാരിക്കും. നിങ്ങൾക്ക് തന്നെയാണ് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടുണ്ടാവുന്നത്. ഇത്ര ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരെ നിൽക്കും, ഇത് എഴുതി വെച്ചോ, ഇത് സംഭവിക്കും. അതായിരിക്കും നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നന്നായ നിങ്ങൾക്ക് ഇത് വേണ്ടതുകൊണ്ട് നന്നാവരുത്, അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.